നമസ്കാരം. CPM-നുള്ളിൽ പിണറായി വിരുദ്ധ വികാരം ശക്തമാകുന്നു. പാർട്ടിയുടെ മുൻനിര നേതാക്കളുടെ വിമതചേരി CPM-ൽ പിണറായി വിജയനെതിരെയുള്ള കടുത്ത നിലപാട് സ്വീകരിച്ചു വരികയാണ്. പി ജയരാജൻ, കെ ശൈലജ, ജി സുധാകരൻ, തോമസ് ഐസക്, ഇളമരം കരീം ഉൾപ്പെടെ ഒരു വലിയ നിര നേതാക്കളുടെ ചേരിയാണ് ഇപ്പോൾ പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും അഹന്തയുടെയും ആൾരൂപമായ ആളെ മുന്നിൽ നിർത്തി ഇനി ഒരിക്കലും കേരളത്തിൽ CPM-ന് ഭരണം പിടിക്കാനാവില്ല എന്ന് CPM നേതാക്കൾ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ CPM-നുള്ളിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് മാറ്റണമെന്ന പൊതുവികാരം ഉയർന്നു വന്നിരിക്കുന്നു. ഇനി അധികാരം വെട്ടിപ്പിടിക്കുവാനുള്ള ഒരു സാഹചര്യവും പിണറായി വിജയന് മുന്നിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാൻ മൂലികളും ന്യായീകരണ തൊഴിലാളികളുമായിട്ടുള്ള ഏഴാംകൂലികൾ ഒഴികെ പാർട്ടിയിൽ വിവരമുള്ള സഖാക്കൾ പിണറായിയെ മാറ്റണമെന്ന നിലപാടിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. പിണറായിക്ക് പകരം കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് വിമതചേരിയുടെ നിലപാട് എന്ന് പറയപ്പെടുന്നത്. എന്നാൽ മരുമകൻ റിയാസിനെ മുഖ്യമന്ത്രിയാക്കുന്ന ഫോർമുലയല്ലാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും പിണറായി തയ്യാറാവില്ല എന്നുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. CPM നേതാക്കളായി ജി സുധാകരനും കടകംപള്ളിയും പി ജയരാജനും ഉൾപ്പെടെ ഒരു നിര നേതാക്കൾ പിണറായി എന്ന വ്യക്തിക്കെതിരെയുള്ള ജനവികാരമാണ് തെരഞ്ഞെടുപ്പിലെ തോൽവിയെന്ന് പരസ്യമായി വിളിച്ചു പറയുന്നുണ്ട്. ഇടത് ഭരണത്തിനെതിരെയുള്ള ജനവിധിയേക്കാൾ പിണറായി വിജയനെതിരെയുള്ള ജനങ്ങളുടെ അമർഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുറത്തു വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ സഖാക്കളുടെ നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ വിമർശനവുമായിട്ട് CPIM-ന്റെ നേതാവായിട്ടുള്ള പി ജയരാജനാണ് ആദ്യം രംഗത്തെത്തിയത് എന്നുള്ളതാണ്. കണ്ണൂരിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചതായാണ് പൊതുവികാരം എന്നാണ് പറയപ്പെടുന്നത്. പിണറായി വിജയന്റെ സ്തുതിപാഠകരായി നിലകൊള്ളുന്ന EP ജയരാജനും MV ഗോവിന്ദനും ഒഴികെ ഒരാളും പിണറായിയെ നീതീകരിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. തോൽവി പാഠമാകണമെന്നും പോരായ്മകൾ പരിശോധിച്ച് മുന്നോട്ട് പോകണമെന്നുമാണ് പി ജയരാജന്റെ ഒളിയമ്പ്. പാർട്ടിക്കകത്ത് മാത്രമല്ല, ഭരണത്തിൽ വരെ തിരുത്തൽ വേണമെന്നാണ് പി ജയരാജന്റെ നിലപാട് എന്ന് പറയപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിലെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുമായി കൂടുതൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കണമെന്നാണ് പി ജയരാജൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്നെ. ഇനി ഈ സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരുന്നു എന്ന് തന്നെയാണ് ഈ സഖാക്കളുടെ നിലപാട്. ഭരണരംഗത്തെ പോരായ്മകളും പാർട്ടിക്കകത്ത് ആവശ്യമായ തിരുത്തലുകളും വേണമെന്ന ധ്വനിയാണ് ഇപ്പോൾ പി ജയരാജൻ തുറന്നടിച്ച് പറയുന്നത് എന്നുള്ളതാണ്. BJP നേതാവായ നരേന്ദ്രമോദി നല്ല പ്രധാനമന്ത്രിയാണ് എന്നും പ്രധാനമന്ത്രി എന്ന നിലയിൽ കണ്ടുപഠിക്കേണ്ടവനാണെന്നും ജി സുധാകരൻ തുറന്നടിച്ചത് പിണറായി വിജയനെ ഉന്നം വെച്ചാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആലപ്പുഴയിൽ ഏറെക്കാലമായി CPM വിമതനായി നിലകൊള്ളുകയാണ് ജി സുധാകരൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചത് മുതൽ പിണറായി വിജയനെതിരെ പ്രതികരിക്കുന്ന ഒരേ ഒരാൾ ജി സുധാകരനാണ്. നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണ് എന്നും BJPയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളൊന്നും തന്നെ ഇല്ല എന്നും സുധാകരൻ തുറന്നടിക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി ഇങ്ങനെ പൊട്ടി ഒഴുകുന്നില്ല എന്നുകൂടി നേതാവുണ്ടെങ്കിൽ മാത്രം ജനം പിന്നാലെ വരുമെന്നും സുധാകരൻ പറഞ്ഞത് പിണറായി വിജയനെ ജനങ്ങളെ വെറുപ്പിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് മുതൽ എല്ലാ വകുപ്പുകളിലെയും ഭരണ മുരടിപ്പ് വരെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായതായി തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞു വെക്കുന്നത്. പിണറായി മുഖ്യമന്ത്രി പദത്തിൽ തുടർന്നാൽ കേരളത്തിൽ CPM വട്ടപൂജ്യമായി തീരുമെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ബംഗാളിലും ത്രിപുരയ്ക്കും പിന്നാലിതാ കേരളത്തിലും CPM എന്നേക്കുമായി ഇല്ലാതാകുന്നതിൻ്റെ കാരണക്കാരൻ തന്നെ പിണറായി വിജയനാണ് എന്ന് കാലം സാക്ഷ്യപ്പെടുത്തുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു നേതാക്കൾക്കെതിരെയും ഇങ്ങനെ വ്യക്തിപൂജ നടത്തി കൊണ്ടുപോകേണ്ട പാർട്ടിയല്ല CPM എന്നുള്ള തിരിച്ചറിവിലേക്ക് പാർട്ടി അംഗങ്ങളിൽ ചിലരെങ്കിലും തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിലിപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നത് കെ ശൈലജയും ഇളമരം കരീമും കടകംപള്ളി സുരേന്ദ്രനുമൊക്കെ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ വിമർശനങ്ങൾ ഏൽക്കുവാനുള്ള കരുത്ത് പിണറായി വിജയൻ ഉണ്ടെങ്കിൽ മാത്രം മുഖ്യമന്ത്രി കസേരയിൽ തുടരുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കസേര മുൾക്കിരീടമാണ് എന്നുള്ളത് പിണറായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരും. മാത്രമല്ല, നിങ്ങളെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സഖാക്കൾ തന്നെ തയ്യാറെടുക്കുകയാണ് എന്ന് മറന്നു പോകരുത്. കെ ശൈലജയോ അല്ലെങ്കിൽ ഇളമരം കരീമോ അല്ലെങ്കിൽ ജി സുധാകരനോ കടകംപള്ളി സുരേന്ദ്രനോ മാത്രമല്ല അതിന് പിന്നിൽ എന്ന് മനസ്സിലാക്കുക. വലിയൊരു ജനവിഭാഗം നിങ്ങളെ വെറുക്കുന്നുണ്ട്. നിങ്ങളെ വെറുത്തതിൻ്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ 19 നിയോജക മണ്ഡലങ്ങളിൽ മാത്രം നിങ്ങൾക്ക് ലീഡ് നേടാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള 109 നിയോജക മണ്ഡലങ്ങളിൽ ഈ UDFന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞത് നിങ്ങളോടുള്ള ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, പിണറായി വിജയൻ എന്ന വ്യക്തിയോടുള്ള ജനങ്ങളുടെ വെറുപ്പാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. എന്തായാലും CPM-നുള്ളിൽ ഇങ്ങനെ പാളയത്തിൽ തന്നെ പട തുടങ്ങിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് രാജിയിൽ കുറഞ്ഞതൊന്നും ചെയ്യാൻ കഴിയില്ല. രാജിവെച്ചേ മതിയാകൂ. പകരം മുഖ്യമന്ത്രിയാകുവാൻ തയ്യാറെടുക്കുന്നത് കെ ശൈലജയായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.